ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് നമ്മളെ കടുക്ക ഫ്രൈയും പുട്ടും കേട്ടോ. അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചപ്പ്, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ ഞാൻ ഒന്നായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നന്നായിട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടുകൊണ്ട് നല്ല ഇളക്കി അത് ഒരു ഭാഗത്ത് സിമ്മിൽ വെച്ച് മൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അതിലേക്ക് വാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കടുക്ക അതിലേക്കിട്ട്, കടുക്കൊക്കെ അത്യാവശ്യം വേവുള്ളതുകൊണ്ട് അവിടെ സിമ്മിൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് പുട്ടിനുള്ള വെള്ളം തിളച്ച് തേങ്ങയും പുട്ടിനുള്ള മാവും കൂടി നമ്മൾ ഒരു ഭാഗത്ത് വെച്ചിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് വെക്കട്ടോ. അത് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പിലേക്ക് തൂക്കിൻ്റെ മേലെ വെക്കാം. അതിൻ്റെ മേലെ നമ്മൾ തേങ്ങ ചിരകിയ ആ തേങ്ങൻ്റെ ചിരട്ട തന്നെ ഇട്ട വെക്കുന്നത്. നല്ല വെള്ളം തിളച്ചുകൊണ്ട് പെട്ടെന്ന് ആവി കയറി കിട്ടും. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പുട്ടായി കിട്ടും കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ കടുക്ക ഫ്രൈ ഒരു ഭാഗത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുക. ആ പുട്ടുകൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. കടുക്ക ഫ്രൈ നല്ല സ്പൈസി ആയിട്ട് നമുക്ക് രാത്രി ആയാലും രാവിലെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയായ കടുക്ക ഫ്രൈയും പുട്ടാണ് ഇന്നത്തെ നമ്മളെ പോകുമ്പോൾ. അതിലേക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായ അടിപൊളി ടേസ്റ്റി ആയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.